അടുത്ത കാലത്തായി കുട്ടികളും യുവാക്കളും അക്രമങ്ങളിൽ ഏർപ്പെടുന്ന ഒരു പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. കൊലപാതക പരമ്പരകളിൽ വരെ കുട്ടികളും യുവത്വവും ചെന്നെത്തുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഒന്ന്, ജനിതകമായ കാരണങ്ങൾ കൊണ്ട്. അതായത് സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യമുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിലും അത്തരം വ്യക്തിത്വം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടികളെ വളർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ പല ഘടകങ്ങളും അവസ്ഥകളും കുട്ടികളെ ബാധിക്കാറുണ്ട്. ശരിയായ വിധത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്തിയില്ലെങ്കിൽ അവർ കുടുംബത്തിനും സമൂഹത്തിനും പ്രയോജനരഹിതരായി തീരും എന്ന് മാത്രമല്ല, സമൂഹത്തിന് ശല്യമായും മാറും. രണ്ട്, രക്ഷകർത്തൃത്വത്തിലെ പിഴവുകളാണ്. മൂല്യബോധവും വ്യക്തിത്വ വികസനവും സാമൂഹ്യ ബോധവും സഹാനുഭൂതിയും എല്ലാം വീടുകളിൽ നിന്ന് തന്നെയാണ് കുട്ടികളെ അഭ്യസിപ്പിച്ചു തുടങ്ങേണ്ടത്. കുട്ടികളിലെ ധാർമ്മികതയും പെരുമാറ്റവും ജീവിത വീക്ഷണവുമെല്ലാം രക്ഷിതാക്കളുമായുള്ള ബന്ധത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷകർത്തൃത്വം തന്നെയാണ് കുട്ടികളിൽ അവരുടെ സ്വഭാവത്തെ ഉരുവാക്കുന്ന പ്രധാന ഘടകം. ചില രക്ഷിതാക്കൾ കുട്ടികളെ തങ്ങളുടെ വരുതിക്ക് നിർത്താൻ പരിശ്രമിക്കുന്നവരാണ്. മാതാപിതാക്കളെ അനുസരിക്കുക എന്നതിനപ്പുറം തിരിച്ചൊന്നും ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഈ മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ടുചെന്നെത്തിക്കുക. ഇങ്ങനെയുള്ള കുട്ടികൾ ആദ്യമെല്ലാം അച്ചടക്കമുള്ളവരാകുമെന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ പിന്നീട് വളർന്നു വരുമ്പോൾ രക്ഷിതാക്കളോടും അധികാരികളോടുമെല്ലാം ഇവർ ദേഷ്യം വെച്ച് പുലർത്തുന്നവരായിരിക്കും. നിയന്ത്രണമില്ലാത്ത രക്ഷകർത്തൃത്വമാണ് കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാന പ്രശ്നം. രക്ഷിതാക്കൾ കുട്ടികൾക്ക് അമിതമായ സ്നേഹവും വാത്സല്യവും എല്ലാം നൽകും. എന്നാൽ ഇതിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്തതിനാൽ കുട്ടികൾ കൂടുതലായി ദുശീലങ്ങൾക്ക് അടിമപ്പെടാൻ സാധ്യതയുള്ളവരായി മാറും. തങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ ലഭിക്കുന്ന തരത്തിൽ വളർന്നു വരുന്നവരായിരിക്കും ഇപ്പോഴത്തെ ഭൂരിഭാഗം കുട്ടികളും. കുട്ടികളെ കരയിക്കാതെയും വിഷമിപ്പിക്കാതെയും ഇരിക്കാനാണ് മാതാപിതാക്കൾ ഇത്തരത്തിൽ കുട്ടികൾ ആവശ്യപ്പെടുന്ന ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതെങ്കിലും ഇത് കുട്ടികളുടെ ക്ഷമാശീലത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക. ആഗ്രഹിക്കുന്നവയെല്ലാം ഉടനടി നേടിയെടുത്തിരുന്ന കുട്ടികൾക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ലഭിച്ചില്ലെങ്കിലോ പിന്നത്തേക്ക് മാറ്റിവെച്ചാലോ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ തരത്തിലും ഇന്നത്തെ കുട്ടികളിൽ അക്രമവാസന ഉണ്ടാകുകയാണ്. കുട്ടികളുടേതായ ഒരു കാര്യങ്ങളിലും ഇടപെടാത്ത രക്ഷിതാക്കളുടെ രീതിയും നല്ലതല്ല. ഇത്തരം സാഹചര്യങ്ങളിലൂടെ വളർന്നു വരുന്ന കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കും. പക്ഷേ അപ്പോഴേക്കും ബന്ധങ്ങളെയോ വികാരങ്ങളെയോ മാനിക്കാത്ത, മറ്റുള്ളവരെ സ്നേഹിക്കാൻ അറിയാത്തവരായി ഇവർ മാറിത്തീരുമെന്ന് മാത്രം. ഉത്തരവാദിത്വത്തോടെ കുട്ടികളെ വളർത്തേണ്ടതാണ് ശരിയായ രീതി. ഇത്തരം രീതിയിൽ മാതാപിതാക്കൾ കുട്ടികളുമായി ഹൃദയ അടുപ്പമുള്ളവരും കുട്ടികളിൽ നിന്ന് തങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നുവെന്ന് ബോധ്യമുള്ളവരുമായിരിക്കണം. അത്തരത്തിലൊന്നുണ്ടായില്ലെങ്കിൽ എന്താകും ഭവിഷ്യത്തെന്ന് കുട്ടികളെ ബോധവാന്മാരാകാൻ ഇവർക്ക് സാധിക്കണം. ശാരീരികമായിട്ടുള്ളതോ മാനസികമായിട്ടുള്ളതോ ആയ പീഡനങ്ങളല്ല, മറിച്ച് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന ബോധ്യമാണ് മാതാപിതാക്കൾ കുട്ടികൾക്ക് നൽകേണ്ടത്. കുട്ടികളെ മികച്ച വ്യക്തികളാക്കാൻ മാതാപിതാക്കളും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കരുത്തരാക്കാൻ എന്ന പേരിൽ പലപ്പോഴും മാതാപിതാക്കൾ ചെയ്യുന്ന പല പ്രവൃത്തികളും യഥാർത്ഥത്തിൽ കുട്ടികളെ ദുർബലരാക്കുകയാണ് ചെയ്യുക. കുട്ടികളുടെ മനസ്സ് യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ പ്രവൃത്തി ഒപ്പിയെടുക്കാൻ തക്ക രീതിയിൽ നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ കണ്ടും കേട്ടും പഠിക്കുന്നത് തന്നെയായിരിക്കും അവരുടെ സ്വഭാവവും. മാതാപിതാക്കൾ എന്ന നിലയിൽ കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കേണ്ടത് അവരുടെ കർത്തവ്യം തന്നെയാണ്. കുട്ടികളുടെ സൗഹൃദം എങ്ങനെയുള്ളതാണെന്നും അവ ശരിയായതാണോ എന്നും മാതാപിതാക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. അവ ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ഇടപെടേണ്ടതും അത്യാവശ്യമാണ്. കുട്ടികൾ പെട്ടെന്ന് സ്വാധീനിക്കപ്പെടുന്നവരാണ്. സിനിമയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ഇൻഫ്ലുവൻസർമാരിൽ നിന്നെല്ലാം ഇവർ സ്വാധീനിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഇത്തരം കലാപ്രകടനങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഇത്രയധികം വളർന്ന കാലത്ത് കുട്ടികൾക്ക് അവ നിഷേധിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവർ സ്വാധീനിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് വേണ്ടത്. കുട്ടികളിൽ സ്വഭാവ രൂപീകരണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ലഭ്യമായ മാർഗങ്ങളെല്ലാം മാതാപിതാക്കൾ നടത്തണമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മക്കൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ചില അടിസ്ഥാന വിവരങ്ങളെങ്കിലും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. ഇൻസ്റ്റന്റ് മെസ്സേജുകൾ അയക്കുമ്പോഴും വെബ്സൈറ്റുകളിൽ പരതുമ്പോഴും മറ്റു കാര്യങ്ങൾക്കായി ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴുമൊക്കെ മക്കൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അവർക്ക് ധാരണയുണ്ടാവണം. അതിനുള്ള വിദ്യാഭ്യാസം ഇല്ലെന്നോ പഠിക്കാനുള്ള പ്രായം കടന്നുപോയെന്നോ ചിന്തിക്കേണ്ടതില്ലെന്ന് വിദഗ്ധർ പറയുന്നു.
മാറിവരുന്ന സാങ്കേതിക വിദ്യകളുമായി പരിചിതരായിരിക്കുക. 9 വയസ്സിനും 19 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള യുവജനങ്ങളിൽ 5-ൽ ഒരാൾ കിടപ്പുമുറിയിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുവെന്ന് യുണൈറ്റഡ് കിങ്ഡത്തിൽ നടത്തിയ ഒരു പഠനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാതാപിതാക്കളുടെ കണ്ണെടുത്തുന്നിടത്ത് കമ്പ്യൂട്ടർ വെച്ചാൽ മക്കൾ ഇന്റർനെറ്റിൽ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കും കാണാനാകും. അനാവശ്യമായ സൈറ്റുകൾ ഒഴിവാക്കാൻ ഇത് കുട്ടികളെ പ്രേരിപ്പിക്കും. കുട്ടികൾക്ക് എപ്പോൾ എത്ര സമയം ഇന്റർനെറ്റ് ഉപയോഗിക്കാമെന്നും ഏതുതരം സൈറ്റുകൾ സന്ദർശിക്കാമെന്നും രക്ഷിതാക്കൾ തീരുമാനിക്കുക. തീരുമാനങ്ങൾ കുട്ടികളുമൊത്ത് ചർച്ച ചെയ്ത് അവർക്കത് മനസ്സിലായെന്ന് ഉറപ്പുവരുത്തുക. കുട്ടികൾ വീടിന് പുറത്തായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ നിരീക്ഷിക്കാനാവില്ല. അതുകൊണ്ട് അവരിൽ ശരിയായ മൂല്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ നിബന്ധനകൾ വെക്കുക. ഒപ്പം വെച്ചിരിക്കുന്ന നിബന്ധനകൾ ലംഘിച്ചാലുള്ള ശിക്ഷ എന്തായിരിക്കുമെന്നും വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിയിലധികം കുട്ടികളെ നേർവഴിക്ക് നയിക്കാനും സമൂഹത്തിന് ദോഷമില്ലാത്ത നല്ല രീതിയിൽ ജീവിക്കാനും സാധിക്കും.